മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. +1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കോണിക് സെക്ഷൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഈ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും 4 സാധനങ്ങളെക്കുറിച്ചാണ്. ഒന്ന് സർക്കിൾ പഠിക്കും, സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിക്കും, സർക്കിളിൻ്റെ കാര്യങ്ങൾ പഠിക്കും. 2 പരാബോള. എന്താണ് പരാബോള പഠിക്കും, പരാബോളയുടെ ഇക്വേഷൻ പഠിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എലിപ്സ് പഠിക്കും. ഇതുപോലെ തന്നെ എലിപ്സിൻ്റെ ഇക്വേഷൻ, എലിപ്സിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കും. 4 ഏറ്റവും അവസാനം പഠിക്കുന്നത് ഹൈപ്പർബോള. എന്താണ് ഹൈപ്പർബോള? ഈ 4 സാധനങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. തുടങ്ങാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സാധനം സർക്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചോളണം, സിമ്പിളാണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. ആ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരേ അകലത്തിലുള്ള എല്ലാ പോയിന്റുകളും ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനമാണെന്ത്? സർക്കിൾ. കേട്ടല്ലോ? സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്? ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ പറയണമെങ്കിൽ നമുക്ക് 2 സാധനങ്ങൾ വേണം. ഒന്ന് സെന്ററിന്റെ കോർഡിനേറ്റ്സ്, 2 ആ സർക്കിളിന്റെ റേഡിയസ്. ഈ 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞു ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. സെന്ററിന്റെ കോർഡിനേറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. AB എടുക്കാം, PQ എടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് HK എന്നാണ് കേട്ടോ. HK, AB എടുക്കുന്ന പോലെ HK എന്നാണ് കേട്ടല്ലോ. അപ്പോൾ നമ്മളും HK എന്നെടുത്തു. ഇനി ഈ സർക്കിളിനൊരു റേഡിയസ് ഉണ്ട്, അത് ഞാൻ R ആണെന്ന് എടുത്തു. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാൻ വളരെ 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 സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, എക്സ് മൈനസ് സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണോ അതെടുക്കുക, H അല്ലേ, അതിന്റെ ഹോൾ സ്ക്വയർ, പ്ലസ് Y മൈനസ് സെന്ററിന്റെ Y കോർഡിനേറ്റ് എന്താണോ അതെടുക്കുക, K ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഈക്വൽ ടു ഇതിന്റെ റേഡിയസിന്റെ സ്ക്വയർ എടുക്കുക. ഇതാണ് സർക്കിളിന്റെ ഒരു ബേസിക് ഇക്വേഷൻ. കേട്ടല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതേ വളരെ സിമ്പിൾ. എൻ്റെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. സെന്ററിന്റെ കോർഡിനേറ്റ് 1, 2 ആണ്. ഇതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞടാ, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് Y മൈനസ് Y കോർഡിനേറ്റ് എന്താണ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമ്മളുടെ റേഡിയസ് എന്താണ് 3 സ്ക്വയർ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇനി ഇത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതേണ്ടി വരും. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ 2 ഇക്വേഷൻസ് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഒന്ന് A+B ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്തത്? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എടുക്കുക, 2AB, പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ, സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ, നടുക്ക് 2AB. കേട്ടല്ലോ? അതുപോലെ മൈനസ് വന്നാലോ, A-B ഹോൾ സ്ക്വയർ വന്നാലോ, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ഇവിടെ മാത്രം മൈനസ്, പിന്നെ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ച് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. കേട്ടല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തേ നോക്കടാ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ 2, 3 ആൻഡ് റേഡിയസ് 5 സെന്റിമീറ്റർ. സെന്റർ 2, 3 ആൻഡ് റേഡിയസ് 5 സെന്റിമീറ്റർ. ചെയ്യാം. വളരെ സിമ്പിൾ. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ എന്താന്ന് പറഞ്ഞു? 2, 3. റേഡിയസ് എത്രയാന്ന് പറഞ്ഞു? 5. സിമ്പിൾ. അപ്പോൾ ഒന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ. എക്സ് മൈനസ് സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് 2 ഹോൾ സ്ക്വയർ പ്ലസ് Y മൈനസ് സെന്ററിന്റെ Y കോർഡിനേറ്റ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 5 സ്ക്വയർ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ. നോക്കിക്കോടാ, നോക്ക്. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ 2 പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് ഇതെടുക്കാണ്, Y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, അതും എക്സ്പാൻഡ് ചെയ്തു. ഈക്വൽ ടു ഒരു 5 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നോക്കിക്കടാ, ഈ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 എത്രയാടാ? 4x പ്ലസ് 2 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് Y സ്ക്വയർ അതുപോലെ തന്നെ മൈനസ് 3 ഇൻറ്റു 2 6 ആണ്, 6y പ്ലസ് ഇത് എത്ര വന്നടാ? 9 ഈക്വൽ ടു 25. ഓക്കെ അല്ലേ? ഇനി ഒന്ന് നീറ്റായിട്ട് എഴുതാം. ആദ്യം ഞാൻ എക്സ് സ്ക്വയർ എഴുതി, പിന്നെ ഒരു പ്ലസ് Y സ്ക്വയർ എഴുതി, പിന്നെ ഞാൻ എന്തെഴുതി? ഒരു -4x ഉണ്ട്, അതെഴുതി. ഇത് ഈവൻ.
കേട്ടല്ലോ. അത് കഴിഞ്ഞൊരു -6y ഉണ്ട്, ഞാൻ അവൻ എഴുതി. പിന്നെ നമ്പറുകളെല്ലാം എഴുതി. നോക്കിക്കടാ, +4 +9 = 25. ഓക്കെ അല്ലേ? ഇനി 25 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണേ, ശ്രദ്ധിച്ചോളേ. വളരെ സിമ്പിൾ. x² + y² -4x -6y +4 +9 = 25 ആയിരുന്നു അല്ലേ? അത് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ =25 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -25 ആവും, =0. അപ്പോൾ ഒന്ന് എഴുതുമ്പോൾ ആൻസർ ഇങ്ങനെ വരും: x² + y² -4x -6y +9 × 9 + 4 എത്രയാണ്? 13. 13 - 25 എത്രയാണ്? -12 എന്ന് വരും, =0. ഇതാണ് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന എന്തിൻ്റെ ഇക്വേഷൻ? നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് വരുന്നത്: x² + y² ഇൻറ്റു ഒരു എക്സിൻ്റെ ഒരു സാധനമുണ്ട്, അത് ഒരു 2 ഇൻറ്റു എന്നും പറഞ്ഞായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ 2gx എന്ന് എടുത്തു, കേട്ടല്ലോ. പ്ലസ് y ഉള്ളൊരു സാധനമുണ്ട്, അതും മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും, അതിന് നമ്മൾ 2fy എന്നെടുത്തു. പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, =0. ഇങ്ങനെയായിരിക്കും എക്സ്പാൻഡ് ചെയ്താൽ. ഈ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കിടക്കുന്നു. ഒന്നുമില്ലടാ, സ്ക്വയറുള്ള x² y² ഉണ്ടാവും, എക്സ് ഉള്ള ഒരു സാധനം ഉണ്ടാവും, അത് രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതുകൊണ്ട് 2g. y ഉള്ള ഒരു സാധനം ഉണ്ടാവും, അതും രണ്ടിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അതുകൊണ്ട് 2f. പിന്നെ ഒരു c കോൺസ്റ്റൻറ്റും ഉണ്ടാവും, കേട്ടല്ലോ. ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കടാ, ഒരു സർക്കിൾ തന്നു, അതിൻ്റെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നു. എന്താണ്? x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y + 3 ഹോൾ സ്ക്വയർ = 36. ഇതിൻ്റെ അകത്തുനിന്ന് ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. ആദ്യം ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കടാ, റേഡിയസിൻ്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ 36ൻ്റെ റൂട്ട് എടുത്താൽ പോരെ? എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി സെൻറ്റർ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ x - y + എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ അകത്ത് കിടക്കുന്ന നമ്പറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തെടുത്താൽ മതി. നോക്ക്, ഇവിടെ -2 ആണ്, അതിൻ്റെ സൈൻ ചെയ്യുമ്പോൾ +2. ഇവിടെ +3 ആണ്, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -3. ഇത്രേ ഉള്ളൂ. നോക്കിയേ, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾക്കാരുടെ സൈൻ ചേഞ്ച് ചെയ്തെടുക്കണം. അതാണ് സെൻറ്റർ. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ഇത് ഈ മോഡലിൽ തന്നിട്ട് റേഡിയസും നമ്മുടെ സെൻറ്ററും എടുക്കാൻ പറഞ്ഞാലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജനറൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: x² + y² + 2gx + 2fy + c = 0 എന്നാണ്. ഇതിൻ്റെ അകത്ത് നിന്നും ആദ്യം ജിയും എഫും കണ്ടുപിടിക്കണം. ജിയും എഫും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -g -f എന്നാണ്. അത് കഴിഞ്ഞ് റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. റൂട്ടിൻ്റെ അകത്ത് g² + f² - c. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർത്തിരുന്നോളണം. ഇതുപോലെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ തരുന്നതെങ്കിൽ സെൻറ്റർ -g - f, റേഡിയസ് √g² + f² - c. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോടാ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ഇക്വേഷൻ എടുത്ത് എഴുതി ഞാൻ: x² + y² - 4x + 6y - 12 = 0. ആദ്യം എഫും ജിയും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആൾ ഇവിടെ 2g ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്നത് -4 ആണ്. അപ്പോൾ 2g = -4 എന്നെടുത്തു. g = 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4/2. ആൻസർ എത്ര കിട്ടി? -2. ജിയുടെ വാല്യൂ എത്രയാണ്? -2. സിമ്പിൾ, കേട്ടല്ലോ. അടുത്തത്, ഈ വൈയുടെ കൂടെ ഇവിടെ കിടക്കുന്ന 2f ആണ്, ഇവിടെ വൈയുടെ കൂടെ 6 ആണ്. അപ്പോൾ 2f = 6 എന്ന് എടുത്തു. f = 6/2. ആൻസർ 3 എന്ന് കിട്ടി. അപ്പോൾ f = എത്രയാടാ? ആൻസർ 3. ജിയും എഫും കിട്ടിയാൽ ആദ്യം സെൻറ്റർ എഴുതാം. സെൻറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? -g, -f. അപ്പോൾ നോക്ക്, -g എത്രയാടാ? -2. അപ്പോൾ ഞാൻ -2 ഇട്ടു, -f -ഇട്ടു. ഇനി എഫ് എന്താടാ? 3. അപ്പോൾ ആൻസർ എന്ത് വന്നു? വളരെ സിമ്പിൾ. മൈനസും കൂടി ചേരുമ്പോൾ ഇത് പ്ലസ് ആകും. -3 എന്നുള്ളത് അതുപോലെ തന്നെ സെൻറ്റർ -2. ഓക്കെ അല്ലേ? സിമ്പിൾ. ലാസ്റ്റ് പോർഷൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ടിൻ്റെ അകത്ത് g² f² കൂടി ആഡ് ചെയ്യുക, c - ചെയ്യുക. റൂട്ട്
ജി സ്ക്വയർ എത്രയാണ്? ജി എന്ന് പറഞ്ഞാൽ -2, -2ന്റെ സ്ക്വയർ പ്ലസ് പുറത്തെഴുതാം അല്ലേ? നോക്ക്, ജി എന്ന് പറഞ്ഞാൽ എത്രയാടാ? -2ന്റെ സ്ക്വയർ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3യുടെ സ്ക്വയർ മൈനസ് സി എത്രയാടാ? സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഈ ഒറ്റക്ക് കിടക്കുന്ന ആളാണ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ സി എത്ര വരും? സി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് കിടക്കുന്ന -12. ആ -12 ഇവിടെ ഇടുക. അപ്പൊ ഇവിടെ നോക്കടാ, റൂട്ടിന്റെ അകത്ത് -2ന്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് 3യുടെ സ്ക്വയർ 9 ആണ്. മൈനസും മൈനസും കൂടി ചേരുമ്പോൾ അത് പ്ലസ് ആകും, ഒരു 12 വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ടിന്റെ അകത്ത് 4 + 9 13 + 12 എത്ര വന്നു? 25 വന്നു. ആൻസർ എത്ര കിട്ടി? 5. സിമ്പിൾ. അപ്പൊ റേഡിയസും കിട്ടി, സെന്ററും കിട്ടി. ഈ രണ്ട് ഇക്വേഷനും മറന്നു പോകരുത്. സെന്റർ -g - f, റേഡിയസ് g² + f² - c റൂട്ടിന്റെ അകത്ത്. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത സാധനത്തിലേക്ക് കിടക്കാം. അടുത്ത സാധനം പരാബോള. മക്കളെ, അപ്പൊ ക്രിസ്മസ് എക്സാംസ് അടുത്ത് വന്നു. അപ്പൊ ക്രിസ്മസ് എക്സാം നിങ്ങളെ കിഡിലനാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മളൊരു പ്രീ ബൂസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റർ ബാച്ചാണ്. നിങ്ങളെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ +1 പഠിപ്പിച്ചു തരുന്ന ഒരു ബൂസ്റ്റർ ബാച്ചാണ്. അത് ക്രിസ്മസ് എക്സാമിന് കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ഓർത്താണ് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5499 കോഴ്സ് നിങ്ങൾക്കിപ്പോൾ 4299 സ്വന്തമാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അതുകൂടെ ഫൈനൽ എക്സാമിന് കൂടി ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം. അതാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒരു ഗുണം. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 സ്റ്റഡി ഗ്രൂപ്പ്, +1ന്റെ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റി അല്ലാതെ നമ്മൾ +1 ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്റ്റഡി ഗ്രൂപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്കറിയാം, നമ്മൾ ഓണം എക്സാമിന് വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ക്രിസ്മസ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും വരും. ഡെയിലി ക്വസ്റ്റ്യൻസ് വരും, ഡെയിലി കുറേ ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് എല്ലാം വരും. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എളുപ്പവഴികളും ട്രിക്കുകളും എല്ലാ സാധനങ്ങളും വരും. അതുകൂടാതെ നമ്മുടെ ഡെയിലി പ്ലാൻ, ഇപ്പോൾ പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റെഗുലർ പ്ലാനുകൾ ഉണ്ടാവും. നോട്ടുകൾ, ഓരോ ലൈവുകൾ കഴിഞ്ഞിട്ടുള്ള നോട്ടുകളും ഓരോ ക്ലാസ്സുകൾ, ഒരു യൂട്യൂബ് വീഡിയോയുടെ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അതുകൂടാതെ മൈക്രോബിറ്റുകൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ വേണ്ടി ചെറിയ നോട്ടുകളെല്ലാം മൈക്രോബിറ്റുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് തരും. പിന്നെ ലൈവ് ലിങ്ക്, അതായത് ഇനി ക്ലാസ്സുകളെല്ലാം പക്കയായിട്ട് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈവുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് വരിക. അതിൻ്റെ അകത്താണ് നമ്മളുടെ ലൈവ് ലിങ്കുകളും നോട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ നമുക്ക് സെറ്റാക്കണം. എല്ലാവരും വാ മക്കളെ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പരാബോളയാണ്. അപ്പോൾ ആദ്യം തന്നെ പരാബോള കണ്ടാൽ എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയേ, y² = 12x എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സിനൊരു സ്ക്വയർ അല്ലെങ്കിൽ വൈക്കൊരു സ്ക്വയർ, ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം സ്ക്വയർ വന്നാൽ അതാണ് പരാബോളയുടെ ഇക്വേഷൻ. അതല്ലാതെ രണ്ടിനും കൂടി സ്ക്വയർ വരില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് സ്ക്വയർ വന്നാൽ അത് പരാബോളയുടെ ഇക്വേഷൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 4 പരാബോളകൾ പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചോളണം, നമുക്ക് 4 പരാബോളകൾ പഠിക്കാനുണ്ട്. ഒരു പരാബോള എപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരാബോള എപ്പോഴും കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇവിടെ നോക്കിയാൽ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒറിജിനൽ ടച്ച് ചെയ്തായിരിക്കും കിടക്കുന്നത്. കേട്ടല്ലോ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടി ഒരു ലൈൻ കൂടി പോകും. കേട്ടല്ലോ. ഈ ഒറിജിനൽ ടച്ച് കിടക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ്. എല്ലാ പരാബോളകളുടെയും വെർട്ടെക്സ് 0 ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വരച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് വരച്ചിട്ടുള്ള ഈ ലൈനിനെ നമ്മൾ പറയുന്ന പേര് ഡയറക്ട്രിക്സ് എന്ന്. കേട്ടല്ലോ. ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കും. അതുപോലെ ഒരു പരാബോളയുടെ ഫോക്കസ് വരുന്നത്, ശ്രദ്ധിച്ചോളണം, ഒരു പരാബോളയുടെ ഫോക്കസ് വരുന്നത് ആ പരാബോളയുടെ അകത്തുള്ള ഈ ഭാഗത്താണ്. ഇതിനെ പറയുന്ന പേരാണ് പരാബോളയുടെ ഫോക്കസ്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഈ ലെങ്ത് A ആണ്. കേട്ടല്ലോ. ഇനി ആ ലെങ്ത് തന്നെയാണ് ഇപ്പുറത്തേക്കും ഉള്ളത്. ഈ ലെങ്ത് A ആണ്. കേട്ടല്ലോ. ശ്രദ്ധിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി നോക്കിയേ, ഈ സെന്ററിൽ കൂടി നോക്കിയേ, ഈ പരാബോളയുടെ ഫോക്കസിൽ കൂടി ഇങ്ങനെ ഒരു ലൈൻ പോകും. ആ ലൈനിനെ നമ്മൾ പറയുന്ന പേര് ലാറ്റസ് റെക്റ്റം എന്നാണ്. എന്താണ്? ലാറ്റസ് റെക്റ്റം. കേട്ടല്ലോ. ഇനി ഈ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം.
അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4a. കേട്ടല്ലോ, ഏത് പരാബോള ചോദിച്ചാലും 4a ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കൊരു ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ പരാബോളയിലേക്ക് കിടക്കാം. ഇനി ശ്രദ്ധിച്ചോളണം, ഒരു പരാബോള ഒന്നെങ്കിൽ ഇത് നോക്കി, ഇതിപ്പോൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് ഈ പരാബോള കിടക്കുന്നത് അല്ലേ. ഇത് വേണമെങ്കിൽ നെഗറ്റീവ് സൈഡിൽ കിടക്കാം, അതുപോലെ വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ കിടക്കാം, വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിൽ കിടക്കാം. അങ്ങനെ ഇതുപോലെ 4 പരാബോളകൾ നമുക്ക് പഠിക്കാനുണ്ട്. കേട്ടല്ലോ, അപ്പോൾ ഈ പരാബോളയുടെ ഇക്വേഷൻ എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പരാബോള തന്നു കഴിഞ്ഞാൽ അത് ഏത് ആക്സിസ് ആണെന്ന് ആദ്യം നോക്കിയെടുക്കാൻ പഠിക്കണം. അതിനുവേണ്ടി സ്ക്വയർ ഇല്ലാതെ വന്നിട്ടുള്ള വേരിയബിൾ അല്ലെങ്കിൽ ലെറ്റർ ഏതാണോ അതായിരിക്കും അതിൻ്റെ ആക്സിസ്. ഇവിടെ വൈ സ്ക്വയർ ഇല്ലാതെ വന്നിട്ടുള്ളത് എക്സ് ആണ്, അതുകൊണ്ട് ആ പരാബോളയുടെ ആക്സിസ് എക്സ് ആയിരിക്കും. ഇനി എക്സിൻ്റെ പോസിറ്റീവ് സൈഡിലാണോ നെഗറ്റീവ് സൈഡിലാണോ നോക്കാൻ വേണ്ടി ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ടേമിന് ഇവിടെ പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതുവാണ്. x² = -12y. ഇത് എങ്ങനെയുള്ള പരാബോള ആയിരിക്കും? ഇവിടെ നോക്ക്, ഇവിടുത്തെ ഇതിൻ്റെ ആക്സിസ് ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. സ്ക്വയർ ഇല്ലാതെ പറഞ്ഞിട്ടുള്ളത് y ആണ്. ഓക്കെ, ഈ വൈക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്, അപ്പോൾ വൈയുടെ നെഗറ്റീവ് സൈഡിലായിരിക്കും. അപ്പോൾ ആ പരാബോള വരുന്നത് എങ്ങനെയായിരിക്കും? ശ്രദ്ധിച്ചോ, വൈയുടെ നെഗറ്റീവ് സൈഡ് ഇതാണ് വൈ, ഇത് വൈയുടെ പോസിറ്റീവ് സൈഡ്, ഇത് വൈയുടെ നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇവിടെ ആയിരിക്കും പരാബോള വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിലൂടെ ആയിരിക്കും എന്ത് പോകുന്നത്? നമ്മളുടെ ഡയറക്ട്രിക്സ് പോകുന്നു. കേട്ടല്ലോ, ഇനി ശ്രദ്ധിച്ചോളാം, ഒരു പരാബോള കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എ എന്ന് പറയുന്ന സാധനമാണ്. കേട്ടല്ലോ, എ എന്ന് പറയുന്ന സാധനമാണ്. എ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഈ 12 കണ്ട, ഇവിടെ വരുന്ന ഈ നമ്പർ കണ്ട, അത് = 4a എന്നങ്ങോട്ട് എടുക്കുക. 4a = എന്താണ്? അവിടെ പറഞ്ഞിട്ടുള്ള നമ്പർ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ a = എത്ര കിട്ടും? 12/4, ആൻസർ 3 എന്ന് കിട്ടും. വളരെ സിമ്പിൾ. കേട്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ a എത്രയാണ് നോക്കടാ. 4a = എന്തെടുക്കുക? ഈ 12 എന്നെടുക്കുക. അവിടെ പറഞ്ഞിട്ടുള്ള നമ്പർ ഏതാണോ അതങ്ങോട്ട് എടുത്തേച്ചാൽ മതി. വളരെ സിമ്പിൾ. കേട്ടല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 4 പരാബോളകളൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഇവിടെ നോക്ക്, നമുക്ക് 4 ടൈപ്പ് പരാബോള ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് എന്താണ്? എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിൽ കിടക്കുന്ന പരാബോളയാണ്. അപ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: y² = 4x. കേട്ടല്ലോ, അതായത് എക്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ കിടക്കും. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നോക്കിയേ, y² = 24x. ഇങ്ങനത്തെ ഒരു പരാബോളയാണത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്ക്, ഈ പരാബോളയുടെ എല്ലാത്തിൻ്റെയും ആക്സിസ്, വെർട്ടെക്സ്, ഡയറക്ട്രിക്സ്, ഫോക്കസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോളാം. ഇവിടെ നോക്ക്, ഇത് എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് കിടക്കുന്ന പരാബോള അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ പേര് ഇങ്ങനെ y² = -4ax എന്ന് കൊടുക്കാം. എന്താണ്? എക്സ് ആക്സിസിൽ തന്നെയാണ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതിനൊരു ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ y² = -24x എന്ന് പറയാം അല്ലേ. എക്സ് ആക്സിസിന്റെ നെഗറ്റീവിൽ കിടക്കുന്ന പരാബോളയാണ്. ഈ പരാബോളയുടെ പേര് ഇങ്ങനെ കൊടുക്കും: x² = 4ay. കാര്യം എന്താ? ഇത് വൈ ആക്സിസിൽ കിടക്കുന്ന പരാബോളയാണ്, വൈയുടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് വൈ പോസിറ്റീവ്. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? x² = 24y എന്ന് പറയാം. വൈ ആക്സിസിലാണ്, വൈ പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കടാ, ഇതും വൈ ആക്സിസ് ആണ്, അപ്പോൾ x² എന്നും പറഞ്ഞേ വരുള്ളൂ. വൈയുടെ നെഗറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് വരണം, -4ay. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എത്ര വരും? x² = -24y. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് എഴുതാം. വളരെ സിമ്പിളാണ്. ഓരോ സാധനങ്ങൾ എടുത്ത് എഴുതാം. ആക്സിസ് നമുക്ക് പെട്ടെന്ന് നോക്കി എഴുതാമല്ലോ. എന്താണ്? ഇവിടെ നോക്കുക, എക്സ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെയും എക്സ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ വൈ സ്ക്വയർ ഇല്ലാതെ വൈ ആണ് കിടക്കുന്നത്, അതുകൊണ്ട് വൈ ആക്സിസ്. ഇവിടെ സ്ക്വയർ ഇല്ലാതെ വൈ ആണ് കിടക്കുന്നത്, അതുകൊണ്ട് വൈ ആക്സിസ്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി ഏത് പരാബോള എടുത്താലും അതിന്റെ വെർട്ടെക്സ് ശ്രദ്ധിച്ച്, അതിന്റെ വെർട്ടെക്സ് എന്തായിരിക്കും? 0 0 0 0. ഇവന്റെയും എന്തായിരിക്കും? 0 0. ഇവന്റെയും എന്തായിരിക്കും? 0 0. സിമ്പിൾ. ഇവന്റെയും എന്തായിരിക്കും? 0 0. പിന്നെ സെയിം വരുന്ന ആരാണെന്ന് അറിയാവോ? പിന്നെ സെയിം വരുന്ന ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആണ്. എല്ലാവരുടെയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a ആണ്. എല്ലാവരുടെയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a ആണ്. ഇവന്റെയും എന്താണ്? 4a. ഇവന്റെയും എന്താണ്? 4a. സിമ്പിൾ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. സിമ്പിൾ കാര്യം. ഇനി ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എഴുതുന്നതാണ്. എടാ, അത് വളരെ സിമ്പിൾ ആടാ.
ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ് എവിടെ കൂടിയാണ് പാസ് ചെയ്തേക്കുന്നത് നോക്കുക. എക്സ് ആക്സിസിൽ കൂടിയല്ലേ, എക്സ് ആക്സിസിൽ കൂടിയല്ലേ പാസ് ചെയ്തേക്കുന്നത്. നോക്കി, ഇതല്ലേ ഡയറക്ട്രിക്സ്, എക്സ് ആക്സിസിൽ കൂടിയല്ലേ. അപ്പൊ ഈ എക്സ് ഈക്വൽ ടു ഏതായിരിക്കും അവിടുത്തെ പോയിന്റ്, ആ പോയിന്റിന്റെ പേര് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞു ഇങ്ങോട്ടുള്ള ഈ ഫോക്കസിലേക്കുള്ള, ഇതാണ് ഫോക്കസ് അല്ലെ, ഇതാണെന്ത് ഫോക്കസ്, ഫോക്കസിലേക്കുള്ള ലെങ്ത് എ ആണ്, അത് തന്നെയായിരിക്കും ഇപ്പുറത്തേക്കുള്ളത് എ. ഇത് എക്സിന്റെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ സൈഡ് മൈനസ് എ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര വരും, മൈനസ് എ വരും. സിമ്പിൾ. ഇതുപോലെ ഡയറക്ട്രിക്സ് കിടക്കുന്നത് ഇവിടെയാണ്, ഈ ലെങ്ത് എ ആണ്, അത് തന്നെയായിരിക്കും ഇവിടെ. ഇത് എക്സിന്റെ പോസിറ്റീവ് ആണ്, അപ്പൊ ഈ പോയിന്റ് എന്താണ് എ. അപ്പൊ ഇതെന്ത് വരും, എക്സ് ആക്സിസിലെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി നോക്ക്, ഡയറക്ട്രിക്സ് കിടക്കുന്നത് ഇവിടെയാണ്, ഈ പോയിന്റ് ഫോക്കസ് ഇത് എ ആണ്, ഈ ലെങ്ത് എ ആണ്, അത് തന്നെയായിരിക്കും ഇങ്ങോട്ട് കിടക്കുന്നത്. ഇത് വൈയുടെ നെഗറ്റീവ് അല്ലേ, വൈയുടെ നെഗറ്റീവ് അല്ലേ, വൈയിലെ മൈനസ് എ അല്ലേ, അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് എ. സിമ്പിൾ. ഡയറക്ട്രിക്സ് അടുത്തത് ഇവിടെ നോക്ക്, ഇതാണ് ആക്സിസ്, ഇതാണ് നമ്മളുടെ ഡയറക്ട്രിക്സ്, വൈ ആക്സിസിലാണ് കിടക്കുന്നത്. ഈ ലെങ്ത് എ ആണ്, ഇത് വൈയുടെ നെഗറ്റീവ് ആണ്, ഇത് വൈയുടെ പോസിറ്റീവ് ആണ് എ. അപ്പോൾ വൈ എവിടെ കൂടിയാണ് പോയിട്ടുള്ളത്, വൈ ഈക്വൽ ടു എയിലൂടെ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയടാ, ഫോക്കസ് എന്ന് പറയുന്നത് പരാബോളയുടെ അകത്ത് വരുന്ന ഈ പോയിന്റ് ആണ്. എല്ലാം എ ഡിസ്റ്റൻസ് മാറിയായിരിക്കും കിടക്കുന്നത്. ഇവിടെ നോക്ക്, ഇതെവിടെയാണ്, ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സ്ഥലമായതുകൊണ്ട് ഇത് A0. അപ്പോൾ ഫോക്കസ് എത്ര വരും, A0. നോക്ക്, ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, എക്സ് ആക്സിസിന്റെ ഇവിടെയാണ് ഫോക്കസ് വരുന്നത്, ഇത് എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് സൈഡാണ്, അപ്പോൾ മൈനസ് A0. അപ്പോൾ ഇവിടെ എത്ര വരും, ഇവിടെ മൈനസ് A0. സിമ്പിൾ. അടുത്തത്, ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ്, ഇത് വൈ ആക്സിസിലെ പോസിറ്റീവ് സൈഡാണ്, അപ്പോൾ 0A. വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 അല്ലേ, അപ്പോൾ പോയിന്റ് എത്ര വരും, 0A. സിമ്പിൾ. അടുത്തത് നോക്ക്, ഇത് വൈ ആക്സിസ് ആണ്, വൈ ആക്സിസിന്റെ നെഗറ്റീവ് ആണ് ഇവിടെ, അപ്പോൾ 0 മൈനസ് എ. അപ്പോൾ എത്രയാണ്, 0 മൈനസ് എ. ഓക്കെ ആയില്ലേ, ഇത്രേ ഉള്ളൂ. ഇനി ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ടെൻഷനായി, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. നോക്കടാ, കൺസിഡർ ദ ഇക്വേഷൻ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x. ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്, ആദ്യം ആ ഇക്വേഷൻ എഴുതുക, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x. ഓക്കെ അല്ലേ, സിമ്പിൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആക്സിസ് നോക്കി എഴുതാമല്ലോ, ആക്സിസ് നോക്കി എഴുതാമല്ലോ. എങ്ങനെയാണ് ആക്സിസ് നോക്കി എഴുതുന്നത്, സ്ക്വയർ ഇല്ലാതെ കിടക്കുന്നത് ആരാണോ അവനാണ് ആക്സിസ്, എക്സ് ആക്സിസ്. സിമ്പിൾ. സ്ക്വയർ ഇല്ലാതെ എക്സ് അല്ലേ കിടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം തന്നെ 4a ഈക്വൽ ടു ഇവിടെ എക്സിന്റെ കൂടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ ഇവിടെ കിടക്കുന്ന നമ്പർ അങ്ങോട്ട് എടുത്തോളണം, ആ സ്ക്വയർ ഇല്ലാതെ കിടക്കുന്ന ടേമിന്റെ കൂടെയുള്ള നമ്പർ എടുത്തോളണം. അത് ഈക്വൽ ടു 4a എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതണം. അപ്പൊ 4a ഈക്വൽ ടു എത്രയാണ്, 12. അപ്പൊ a ഈക്വൽ ടു എത്ര വന്നടാ, 12/4. ആൻസർ എത്ര കിട്ടി, 3. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പരാബോളയുടെ ഒരു റഫ് ഫിഗർ അങ്ങോട്ട് വരയ്ക്കണം. റഫ് ഫിഗർ വരയ്ക്കാമല്ലോ. നമ്മൾ പറഞ്ഞു ഇത് പരാബോള എക്സ് ആക്സിസിൽ കിടക്കുന്ന പരാബോളയാണ്, എക്സിന്റെ പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ എന്നാണ് ഇനി നോക്കേണ്ടത്. പ്ലസ് 12 പ്ലസ് ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ എക്സിന്റെ പോസിറ്റീവ് സൈഡിലാണ് ഈ പരാബോള കിടക്കുന്നത്. അപ്പോൾ ഡയറക്ട്രിക്സ് ഇവിടെ കൂടി. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ എ എന്ന് പറയുന്ന ഒരു ലെങ്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എ ആണ്, എ എന്ന് പറഞ്ഞാൽ 3 അല്ലേ, ഇപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസും 3 ആണ്. ഇത് എക്സിന്റെ നെഗറ്റീവ് ആയതുകൊണ്ട് -3. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഇനി വളരെ സിമ്പിളായിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതിക്കോ. ആക്സിസ് എഴുതി. നമ്മൾ ആദ്യം വളരെ പെട്ടെന്ന് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എഴുതാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എത്രയാണ്, 4a. കാണാതെ പഠിക്കണം, 4a. എ ഇപ്പൊ കണ്ടുപിടിച്ചു, 4 × 3. 3 അല്ലേ എ വന്നേക്കുന്നത്, അപ്പോൾ 4 × 3 എത്ര വന്നടാ, 12. വളരെ സിമ്പിൾ. ഓക്കെ. അടുത്തത് വെർട്ടെക്സ്. വെർട്ടെക്സ് ഏത് പരാബോളയുടെ ചോദിച്ചാലും എന്താണ്, 0 0. സിമ്പിൾ. ഇനി ഫോക്കസ് ചോദിക്കും. ഫോക്കസ് നോക്കിയേ, ഇതാണ് ഫോക്കസ് ഈ പരാബോളയുടെ. ഇത് നോക്കി, എക്സ് ആക്സിസിൽ 3 അല്ലേ, എക്സ് ആക്സിസിൽ 3 എന്ന് പറഞ്ഞാൽ ഫോക്കസ് എത്രയാടാ, 3 0. സിമ്പിൾ. അടുത്തത് വളരെ സിമ്പിൾ. ഫോക്കസ് എഴുതി കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഏതാ, എടാ ഇതല്ലേ ഡയറക്ട്രിക്സ്. ഇത് ഏത് ആക്സിസിലൂടെയാണ് പോകുന്നത്, ഈ എക്സ് ആക്സിസിലൂടെ അല്ലേ ഇത് പോകുന്നത്. അപ്പൊ ഈ എക്സ് എവിടെ കൂടിയാ പോകുന്നത്, -3 അപ്പൊ x ഈക്വൽ ടു -3. സിമ്പിൾ. ഇത്രയും പോരേടാ, ഇത്രയും പോരെ. ഓക്കെ അല്ലേ, സിമ്പിൾ. മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എലിപ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലിപ്സിലേക്ക് നമ്മൾ കടക്കുവാണ്. ശ്രദ്ധിച്ചോളണം. ഒരു എലിപ്സിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഒരു എലിപ്സിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, x² / a² +
y² = 1. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? എക്സിൻ്റെ ഒരു സ്ക്വയർ ഉണ്ടാവും, അതിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ട്. വൈയുടെ ഒരു സ്ക്വയർ ഉണ്ടാവും, അതിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ട്. =1 ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പ്ലസ് ആണ് വന്നിട്ടുള്ളത്. പ്ലസ് ആണെങ്കിൽ എലിപ്സ്, മൈനസ് ആയാൽ സാധനം മാറിപ്പോവും, മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടല്ലോ. അപ്പോൾ ഒരു എലിപ്സ് സാധാരണ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ നോക്കിയോ, ഒരു എലിപ്സ് സാധാരണ ഇരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചേ, ഒരു എലിപ്സ് സാധാരണ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു എലിപ്സ് സാധാരണ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഒരു എലിപ്സ് എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇനി ഈ എലിപ്സിന്റെ ഇത് എക്സ് ആക്സിസ് ആണെന്നറിയാം, ഇത് വൈ ആക്സിസ് ആണെന്നറിയാം. ഈ എക്സും വൈയും ആക്സിസും കൂടി കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ഈ എലിപ്സിന്റെ സെന്റർ ആണ്. എലിപ്സിന്റെ സെന്റർ എപ്പോഴും 0 0 ആയിരിക്കും. ഓക്കെ അല്ലേ? എലിപ്സ് 2 ആക്സിസിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ആക്സിസിന്റെ ലെങ്ത് കൂടുതലായിരിക്കും, അടുത്ത ആക്സിസിന്റെ ലെങ്ത് കുറവായിരിക്കും. ഈ വലിയ ആക്സിസിനെ നമ്മൾ മേജർ ആക്സിസ് എന്നും ഈ ചെറിയ ആക്സിസിനെ നമ്മൾ മൈനർ ആക്സിസ് എന്നും പറയും കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചോളണം, ഒരു എലിപ്സിന്റെ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ വലിയ നമ്പറിന് ഇപ്പൊ x² താഴെ ഒരു നമ്പർ വരും, y² താഴെ ഒരു നമ്പർ വരും കേട്ടല്ലോ. അതൊന്ന് a², ഒന്ന് b² എന്നും പറഞ്ഞെടുത്തു. അതിനകത്ത് വലിയ നമ്പറിനെയാണ് നമ്മൾ a എന്ന് വിളിക്കുന്നത്, ചെറിയ നമ്പറിനെയാണ് നമ്മൾ b എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. വലിയ നമ്പറാണ് a, ചെറിയ നമ്പറാണ് b കേട്ടല്ലോ. അപ്പൊ a വലുതാണെങ്കിൽ a എപ്പോഴും വലിയ നമ്പർ, b എപ്പോഴും ചെറിയ നമ്പർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ ഒരു ഇക്വേഷൻ എഴുതാം. x²/25 + y²/16 = 1. അപ്പോൾ നോക്കി, x²/25 നമുക്ക് 5² എന്ന് എഴുതാം, പ്ലസ് y²/16 നമുക്ക് 4² എന്ന് എഴുതാം, =1. അപ്പോൾ ഇവിടുത്തെ a എത്രയാണ്? a 5 ആണ് അല്ലേ. b എത്രയാണ്? b 4. വളരെ സിമ്പിൾ കേട്ടല്ലോ. വലിയ നമ്പർ എപ്പോഴും a ആയിട്ട് എടുക്കണം, ചെറിയ നമ്പർ എപ്പോഴും b ആയിട്ട് എടുക്കണം. എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വലിയ ആക്സിസിലെ ശ്രദ്ധിച്ചോളണം, ഈ വലിയ ആക്സിസിലെ ഈ വലിയ ആക്സിസിന്റെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ a എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഈ ലെങ്ത് എന്താണ്? a. ഇപ്പുറത്തേക്കുള്ള ഈ ലെങ്ത്തും എന്താണ്? a ആണ്, പക്ഷെ ഇപ്പുറത്തേക്ക് ആയതുകൊണ്ട് -a എന്നിടും. അതുപോലെ ഈ ചെറിയ ആക്സിസിലെ ഇതിന്റെ ഈ ലെങ്ത് ആണ് b എന്ന് പറയുന്നത്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ -b എന്ന് പറയും. ഓക്കെ അല്ലേ? സിമ്പിൾ. അതുപോലെ മേജർ ആക്സിസിന്റെ ഈ ടോട്ടൽ ലെങ്ത്, അപ്പൊ ഇത് a, അപ്പൊ മൊത്തം എത്ര വരുവാടാ? 2a. മൈനർ ആക്സിസിന്റെ ടോട്ടൽ ലെങ്ത് എത്ര വരുവാടാ? ഇത് b, അപ്പൊ ടോട്ടൽ എത്ര വരുവാടാ? 2b. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പൊ മേജർ ആക്സിസിന്റെ ലെങ്ത് ആയി, മൈനർ ആക്സിസിന്റെ ലെങ്ത് ആയി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇവിടെ നോക്കിയേ, ഈ 2 പോയിന്റിലാണ്, അത് ഈ 2 പോയിന്റ്, ഈ 2 പോയിന്റിന് നമ്മൾ പറയുന്ന പേര് വെർട്ടെക്സ് എന്നാണ്. എന്താണ്? വെർട്ടെക്സ്. അപ്പൊ 2 എണ്ണം ഉള്ളത് കൊണ്ട് അതിന് എന്ത് പേര് പറയും? വെർട്ടിസസ് എന്ന് പറയും കേട്ടല്ലോ. ഇവിടെ നോക്കി, ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, അതുകൊണ്ട് എന്താണ്? അത് a0 എന്ന് എഴുതി. ഇവിടെ പ്ലസും മൈനസും വരുന്നത് കാരണം +or-a0 എന്ന് എഴുതി. അതായത് ഈ പോയിന്റുമാണ് വെർട്ടിസസ് കേട്ടല്ലോ. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഒരു എലിപ്സിന്റെ ഫോക്കസ് 2 എണ്ണം ഉണ്ടാവും. അത് വരുന്നത് ഇവിടെ ആയിട്ടായിരിക്കും. ഈ മേജർ ആക്സിസിലെ 2 പോയിന്റ് ആയിരിക്കും ഫോക്കസ് വരുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C0 എന്നും, ഇപ്പുറത്തെ ഈ ലെങ്ത് സിയും ഈ ലെങ്ത്തും c, അത് ഇപ്പുറത്തേക്ക് ആയതുകൊണ്ട് -C0 എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ c ഇത് എവിടെ നിന്ന് വന്നു? എടാ, c കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. c കണ്ടുപിടിക്കാൻ റൂട്ടിന്റെ അകത്ത് എന്താണോ നമ്മുടെ a² അതിൻ്റെ അകത്തുനിന്ന് b² മൈനസ് ചെയ്താൽ മതി. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്താണ്? ഒരു c ആദ്യം തന്നെ കണ്ടുപിടിച്ചോളണം. c കണ്ടുപിടിക്കാൻ a² നിന്ന് b² മൈനസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. c അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനസ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് വേണം മൈനസ് ചെയ്യാൻ കേട്ടല്ലോ. ഇനി ഇത്രയും സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇത് ഈ ലെങ്ത്, ഈ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ഇതിനെ നമ്മൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്നാണ് പറയുന്നത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, 2b²/a. നിർബന്ധമായും കാണാതെ പഠിക്കണം, 2b²/a. സിമ്പിൾ. ഇനി വേറൊരു സാധനം കൂടിയുണ്ട്, എക്സെൻട്രിസിറ്റി. എന്താണ്? എക്സെൻട്രിസിറ്റി, പുതിയൊരു സാധനം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന e ആണ്. ഈ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ആ റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച c ഇല്ലേ, ആ c-നെ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അടുത്ത ഇക്വേഷൻ കേട്ടല്ലോ. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/aയും എക്സെൻട്രിസിറ്റി c/aയും. ഈ എക്സെൻട്രിസിറ്റി എപ്പോഴും എലിപ്സിന്റെ കേസിൽ <1 ആയിരിക്കും
കേട്ടല്ലോ. ഇനി എക്സെൻട്രിസിറ്റി നമ്മൾ പരാബോളൊക്കെ പഠിച്ചില്ലായിരുന്നു. എല്ലാ പരാബോളയുടെയും എക്സെൻട്രിസിറ്റി 1 ആണ്, ഈക്വൽ ടു 1 ആണ്. കേട്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് 2 ടൈപ്പിലുള്ള എലിപ്സ് ഉണ്ട്. 2 ടൈപ്പിലുള്ള എലിപ്സ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞു എലിപ്സിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² / a² പ്ലസ് y² / b² ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ അകത്ത് x² താഴെയാണ് വലിയ നമ്പരെങ്കിൽ വലിയ നമ്പരെങ്കിൽ അത് എക്സ് ആക്സിസിൽ കിടക്കുന്ന പരാബോളയും y² താഴെയാണ് വലിയ നമ്പരെങ്കിൽ അത് y ആക്സിസിന്റെ താഴെ കിടക്കുന്ന പരാബോളയും ആയിരിക്കും, അല്ല എലിപ്സും ആയിരിക്കും. എന്താണ്? x² താഴെയാണ് വലിയ നമ്പരെങ്കിൽ അത് എക്സ് ആക്സിസിൽ കിടക്കുന്ന എലിപ്സും y² താഴെയാണ് വലിയ നമ്പരെങ്കിൽ അത് y ആക്സിസിൽ കിടക്കുന്ന എലിപ്സും ആയിരിക്കും. സിമ്പിൾ കാര്യം. കേട്ടല്ലോ. അപ്പൊ ആ എലിപ്സ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ശ്രദ്ധിച്ചോളാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതാൻ നോക്കി. ഇത് എക്സ് ആക്സിസിൽ കിടക്കുന്ന പരാബോളയാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ x² / a² പ്ലസ് y² / b² ഈക്വൽ ടു 1 എന്നായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ എങ്ങനെ വരും? ഇവിടെ നോക്കി, x² / 25 എന്ന് എഴുതണ്ട അല്ലേ, 5² എന്ന് എഴുതാം, പ്ലസ് y² / 4² ഈക്വൽ ടു 1. ഇവിടെ നോക്ക്, എക്സിന്റെ താഴെയാണ് വലിയ നമ്പർ, അതുകൊണ്ട് ഇത് എക്സ് ആക്സിസിൽ കിടക്കുന്ന പരാബോളയായിരിക്കും. ഇതിന്റെ സെന്റർ എപ്പോഴും എന്തായിരിക്കും? 0 0. വളരെ സിമ്പിൾ. മേജർ ആക്സിസിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു 2a ആയിരിക്കും. ഇതാണ് മേജർ ആക്സിസ് 2a. മൈനർ ആക്സിസിന്റെ ലെങ്ത് എപ്പോഴും 2b ആയിരിക്കും. ഇതാണ് 2b. ഓക്കെ അല്ലേ? ഇനി ഫോക്കസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ 2 പോയിന്റ് ആയതുകൊണ്ട് +or - c0 എന്ന് നമ്മൾ പറയും. +or - c0. c കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, മറന്നു പോരുത്. √(a² - b²) √(a² - b²) മറന്നു പോവരുത്. ഇനി വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ 2 പോയിന്റ് ആയിരുന്നു. ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് a ആണ്, ഈ ലെങ്ത്തും a ആണ്. അപ്പൊ എന്താടാ? +or - a0. സിമ്പിൾ. ഓക്കെ അല്ലേ? എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2b²/a. കേട്ടല്ലോ. ഇതുപോലെ തന്നെ ഉള്ള ഇക്വേഷൻ എലിപ്സ് ആണ് ഇതും. എലിപ്സ് ഇവിടെ കിടക്കുന്ന y ആക്സിസിലാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് x² / b² പ്ലസ് y² / a² ഈക്വൽ ടു 1 ആണ്. അതായത് y താഴെയാണ് വലിയ നമ്പർ, x² / 4² പ്ലസ് y² / 5² ഈക്വൽ ടു 1. ഇങ്ങനെയായിരിക്കും. കേട്ടല്ലോ. ഇവിടെയും c കണ്ടുപിടിക്കുന്നത് പഴയ രീതിയിൽ തന്നെ. a² നിന്ന് b² കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? c കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കേട്ടല്ലോ. സെന്റർ ഇതിന്റെ ഇത് തന്നെ. ഇതെന്താണ്? 0 0. സിമ്പിൾ അല്ലേടാ. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? ഇതാണ് മേജർ ആക്സിസ്. എന്താണ്? 2a തന്നെ. മൈനർ ആക്സിസിന്റെ ലെങ്ത് ആണ് 2b തന്നെ. ഫോക്കസ് ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് കേട്ടോ ഫോക്കസ്. ഇതാണ് ഫോക്കസ്. കേട്ടല്ലോ. അത് c വെച്ചാണ് എഴുതേണ്ടത്, പക്ഷെ y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് 0 +or - c എന്ന് എഴുതിക്കോളാം. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണമാണ്, പക്ഷെ y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് 0 +or - a എന്ന് എഴുതിക്കോളാം. എക്സെൻട്രിസിറ്റി പഴയതുപോലെ തന്നെ c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം പഴയതുപോലെ തന്നെ 2b²/a. സിമ്പിൾ. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. നോക്ക്, ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ കിടന്നോട്ടെ. ഞാൻ ആദ്യം പരാബോല എടുത്ത് എഴുതുവാണ്. നോക്കിയേ, x² / 25 പ്ലസ് y² / 16 ഈക്വൽ ടു 1. നമുക്കതിനെ സ്ക്വയർ ആക്കി എഴുതാം അല്ലേ? ഈ x² / 25 ഞാൻ 5² എന്ന് എഴുതി, y² / 16 ഞാൻ 4² എന്ന് എഴുതി, ഈക്വൽ ടു 1. ഈ x² താഴെയാണ് വലിയ നമ്പർ, അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും എക്സ് ആക്സിസിൽ കിടക്കുന്ന എലിപ്സ് ആണ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഇവിടെ a ഈക്വൽ ടു എത്ര കിട്ടിയടാ? 5² 5 എന്ന് വന്നു വലിയ നമ്പർ. b ഈക്വൽ ടു 4² 4 എന്ന് വന്നു. എയും ബിയും കിട്ടിയാൽ c ആദ്യം തന്നെ കണ്ടുപിടിക്കാം. c കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a² - b². ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു √(a² എന്ന് പറഞ്ഞാൽ എത്രയാ? 5² - 4². 5² എത്രയാടാ? 25 - 4² 16. 25 നിന്ന് 16 കുറച്ചാൽ 9. അപ്പൊ ആൻസർ എത്ര കിട്ടിയടാ? 3 എന്ന് കിട്ടി. c കിട്ടി. കേട്ടല്ലോ. ഇനി ഓരോ സാധനങ്ങൾ ഞാൻ എടുത്ത് എഴുതുവാണ്. വെർട്ടെക്സ് ഏത് എലിപ്സ് വന്നാലും, വെർട്ടെക്സ് അല്ലല്ലോ, സെന്റർ. ആദ്യം ഞാൻ സെന്റർ എഴുതുവാണ്. സെന്റർ ഏത് എലിപ്സിന്റെ സെന്റർ വന്നാലും എന്താടാ? 0 0. ഏതാണ് സെന്റർ? ഇവനാണ് 0 0. ഇനി അടുത്തത് ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? 2a അല്ലെ? അപ്പൊ 2 ഇൻറ്റു ഇവിടുത്തെ a എത്രയാണ്? 5. 2 × 5 എത്ര വന്നടാ നമുക്ക്?
10 കിട്ടി. സിമ്പിൾ. അപ്പോൾ നോക്കിയേ, ഇതാണ് മേജർ ആക്സിസ് കേട്ടോ. അപ്പോൾ ഈ ലെങ്ത് 5, ഈ ലെങ്ത്തും 5. ഓക്കെ, അതവിടെ കിടന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്തത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അതിന്റെ ഇക്വേഷൻ 2b. അപ്പൊ 2 × b എത്രയാടാ? b ഇവിടെ കിട്ടിയിട്ടുണ്ട് 4. അപ്പൊ 2 × 4 എത്ര വന്നടാ? 8. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മേജർ ആക്സിസ് കഴിഞ്ഞു, മൈനർ ആക്സിസ് കഴിഞ്ഞു. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? c/a. c എത്രയാണ്? 3. a എത്രയാണ്? 5. അപ്പോൾ 3/5. സിമ്പിൾ സിമ്പിൾ. എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ എന്താണ്? 2b²/a. 2b²/a. 2b² എത്രയാടാ? 4². അപ്പൊ നോക്ക്, 2 × b² എത്രയാടാ? 4². a എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5. അപ്പൊ നോക്ക്, 2 × 4² എത്രയാണ്? 16/5. അപ്പൊ ആൻസർ എത്ര കിട്ടൂടാ? 32/5 എന്ന് കിട്ടും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, മേജർ ആക്സിസ്, മൈനർ ആക്സിസ് എല്ലാം വന്നു. ഇനി വേണ്ടത് ഫോക്കസ്. ഫോക്കസിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നോക്ക്, ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നൊരു പോയിന്റ് ആണ്, ഇവിടെ വരുന്നൊരു പോയിന്റ് ആണ്. ഈ ലെങ്ത് സി ആണ്, ഈ ലെങ്ത്തും സി ആണ്. സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാടാ? സി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 3 അല്ലെ? ഈ ലെങ്ത് 3. അപ്പൊ ഈ ലെങ്തും 3, ഈ ലെങ്ത് -3. അപ്പൊ ഇങ്ങോട്ട് മാറി ഈ പോയിന്റ് 30, ഇങ്ങോട്ട് മാറി ഈ പോയിന്റ് -30. അപ്പൊ +or-30 എന്ന് അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടിസസ് 2 എണ്ണം ഉണ്ടാവും അല്ലെ? വെർട്ടിസസ് 2 എണ്ണം ഉണ്ടാവും. എന്താണ് വെർട്ടസ്? ഈ ലെങ്ത്തിലെ ഈ 2 എൻഡ് പോയിന്റുകൾ. ഇത് ടോട്ടൽ 5 ആണ്. അപ്പൊ ഇവിടെ +5ഉം ഇവിടെ -5ഉം വരും. ഇത് -50ഉം ഇത് +50ഉം. അപ്പൊ ആൻസർ എന്താ വന്നടാ? +or-50. സിമ്പിൾ കേട്ടല്ലോ. അപ്പൊ ഈ ഇക്വേഷനുകളൊന്നും മറന്നു പോകരുത്, വളരെ സിമ്പിൾ ആണ്. ഇതാണ് എലിപ്സ്. എലിപ്സ് പഠിച്ചാൽ അടുത്തയാള് ഹൈപ്പർബോള ഭയങ്കര സിമ്പിൾ ആണ്. എടാ, എലിപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർബോള വളരെ 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 സിമ്പിൾ ആണ്. കാര്യം ഒരു മാറ്റവും ഇല്ല എലിപ്സിൽ നിന്നും, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, x²/a². നേരത്തെ അവിടെ എത്രയായിരുന്നു? പ്ലസ് ആയിരുന്നു. ഇവിടെ മൈനസ് വരണം. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. y²/b² = 1. ഹൈപ്പർബോളയായപ്പോ ശ്രദ്ധിച്ചേ, ഹൈപ്പർബോളയായപ്പോ ഇവിടെ ഒരു മൈനസ് വന്നു. അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെ ഒരു ചേഞ്ച് കൂടി വരും. a² b² എഴുതി കഴിഞ്ഞാൽ c കണ്ടുപിടിക്കാനുള്ള അവിടുത്തെ ഇക്വേഷൻ a² - b² എന്നായിരുന്നു. ഇവിടെ a² + b² എന്ന് എടുക്കണം. അങ്ങനെയാണ് c കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം സെയിം. ഒരു ഹൈപ്പർബോള വരുന്നത് ഇങ്ങനെയാണ്. 2 ഹൈപ്പർബോളകളുണ്ട്. നോക്കിയേ, എക്സ് ആക്സിസിൽ കിടക്കുന്ന ഹൈപ്പർബോളയും y ആക്സിസിൽ കിടക്കുന്ന ഹൈപ്പർബോളയും. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ്, മേജർ ആക്സിസും മൈനർ ആക്സിസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് പഴയതുപോലെ തന്നെ. ആദ്യം എന്ത് ചെയ്യണം? മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? മേജർ ആക്സിസിന്റെ ലെങ്ത് 2a. അടുത്തത് മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b. എക്സെൻട്രിസിറ്റി എന്താണ്? c/a. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? 2b²/a തന്നെ. കേട്ടല്ലോ. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഫോക്കസ് വേണം. ഫോക്കസ് 2 എണ്ണത്തിന്റെയും മാറി വരുന്നതനുസരിച്ച് +or-c0 അല്ലെങ്കിൽ 0 +or- c ഏതെങ്കിലും പറയണം. അടുത്തത് വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടിസസിന്റെ ഇക്വേഷൻ എന്താണ്? +or-a0 അല്ലെങ്കിൽ 0 +or-a. സിമ്പിൾ കാര്യം, ഒരു വ്യത്യാസവും ഇല്ല. പഴയതുപോലെ തന്നെ ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നോക്കിയോ, ഇതൊരു എന്തിന്റെ ഇക്വേഷൻ ആണ്? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. എങ്ങനെ മനസ്സിലായി? ഇവിടെ മൈനസ് വന്നു. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ എഴുതുവാണ്. x² - y² = 1. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി. x² 16 എത്ര എഴുതി? 16 എന്ന് പറഞ്ഞാൽ 4² -y² 9 എന്ന് പറഞ്ഞാൽ 3² = 1. എക്സിന്റെ താഴെയാണ് വലിയ നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പർബോള എക്സ് ആക്സിസിൽ കിടക്കുന്ന ആളാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി എന്താണ്? എ കിട്ടി. എ എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ 4, ബി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ 3. സിമ്പിൾ. ആദ്യം തന്നെ സി കണ്ടുപിടിക്കാം. സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറന്നു പോകരുത്. a² + b² ആയി. √(a² എത്രയാടാ? 4² + b² 3².
ആൻസർ 16 + 9 √25 എന്ന് പറഞ്ഞു. ആൻസർ എത്ര കിട്ടി? 5. സിമ്പിൾ. കേട്ടല്ലോ, എല്ലാ സാധനവും ഇപ്പൊ കിട്ടിയടാ. ഇനി അങ്ങോട്ട് എഴുതിക്കോ. മേജർ ആക്സിസ് 2a. അപ്പൊ 2 × 4 ആൻസർ എത്ര കിട്ടി? 8. മൈനർ ആക്സിസ് 2b. അപ്പൊ 2 × 3 ആൻസർ 6. അടുത്തത് എക്സെൻട്രസിറ്റി c/a. c എന്ന് പറഞ്ഞാൽ 5, a എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 5/4. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2b²/a. അപ്പൊ 2 × b² എന്ന് പറഞ്ഞാൽ 3² a എന്ന് പറഞ്ഞാൽ 4, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 3² എത്രയാടാ? 9/4. ഈ 9ഉം 4ഉം കൂടി കട്ട് ചെയ്ത് 2 എഴുതി. ആൻസർ 9/2 എന്ന് വന്നു. അടുത്തത് എന്താണ്? ഫോക്കസ്. ഇത് എവിടെ കിടക്കുന്നതാണ്? എക്സ് ആക്സിസിൽ കിടക്കുന്നതാണ്. അപ്പൊ എന്ത് വരുവാടാ? ± c0 ആണ്. അപ്പൊ എന്ത് വന്നു? ± c എത്രയാണ്? 5 വന്നു. 50. വെർട്ടിസസ് എന്ന് പറഞ്ഞാലും ഇതും എക്സ് ആക്സിസിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് ± a0 എന്ന് വരും. അതായത് ± a എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? a എന്ന് പറഞ്ഞാൽ 440. സിമ്പിൾ. എല്ലാമായില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ എലിപ്സ് പഠിച്ചാൽ ഹൈപ്പർബോള വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ കോണിക് സെക്ഷൻ.